ഹായ് ഫ്രണ്ട്സ്, സാപ്പിഡിയ മലയാളത്തിൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ OTT അപ്ഡേറ്റുകളാണ്. ഇന്ന് റിലീസ് ചെയ്തതും ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്നതുമായിട്ടുള്ള സിനിമകളും ഏറ്റവും പുതിയതായിട്ട് വന്നിരിക്കുന്ന അപ്ഡേറ്റുകളുമാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. ഏതൊക്കെ സിനിമകളും സീരീസുകളാണ് നോക്കാം. ഒന്നാമത്തെ സിനിമ ഒരു ഹിന്ദി മൂവിയാണ്. ഒരു ഹിന്ദി കോമഡി ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന സിനിമയാണ്. ദ മാജിക് ഓഫ് ഷിരി എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഹിന്ദി, തമിഴ്, തെലുങ്ക്, കന്നഡ ഭാഷകളായിട്ട് ജിയോ സിനിമ വഴി ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം ഈ സിനിമ റിലീസ് ചെയ്യുന്നതാണ്. അടുത്ത ഒരു ആക്ഷൻ കോമഡി സയൻസ് ഫിക്ഷൻ വിഭാഗത്തിൽപ്പെടുന്ന മാർവൽ മൂവീസിന്റെ ഒരു സിനിമയായിരുന്നു ഡെഡ്പൂൾ ആൻഡ് വോൾവറിൻ എന്ന് പറഞ്ഞ സിനിമ. ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിൽ ഈ ഒരു സിനിമ ഇംഗ്ലീഷ് ഭാഷ കൂടാതെ തമിഴ്, തെലുങ്ക്, ഹിന്ദി ഭാഷകളായിട്ട് ഇപ്പോൾ മുതൽ അവൈലബിൾ ആണ്. അടുത്തത് ഒരു ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന തെലുങ്ക് മൂവിയാണ്. മാ നാന സൂപ്പർ ഹീറോ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ആമസോൺ പ്രൈം അതുപോലെ തന്നെ C5 എന്നീ OTT പ്ലാറ്റ്ഫോമിൽ ഇപ്പോൾ മുതൽ ഈ ഒരു സിനിമ അവൈലബിൾ ആണ്. അടുത്ത ഡ്രാമ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുത്ത ഒരു ഇംഗ്ലീഷ് മൂവിയാണ്. എമിലിയ പെരേസ് എന്നാണ് സിനിമയുടെ പേര്. നെറ്റ്ഫ്ലിക്സിലാണ് ഈ ഒരു സിനിമ ഇംഗ്ലീഷ് ഭാഷയിൽ മാത്രമായിട്ട് അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തത് സുരാജ് വെഞ്ഞാറമൂട്, വിനായകൻ എന്നിവരൊക്കെ പ്രധാന വേഷം കൈകാര്യം ചെയ്ത ഒരു മലയാള സിനിമയായിരുന്നു തെക്ക് വടക്ക് എന്ന് പറഞ്ഞ സിനിമ. മനോരമ മാക്സിൽ അതുപോലെ തന്നെ സിംപ്ലി സൗത്ത് OTT പ്ലാറ്റ്ഫോമിലായിട്ട് കമ്മിങ് സൂൺ പോസ്റ്റർ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. ഈ മാസം തന്നെ ഈ സിനിമയുടെ റിലീസ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അടുത്ത നമ്മുടെ ഷെയ്ൻ ടോൺ ചാക്കോ അതുപോലെ തന്നെ സണ്ണി വെയിൻ എന്നിവരൊക്കെ പ്രധാന വേഷം കൈകാര്യം ചെയ്ത അടിത്തട്ട് എന്ന സിനിമയുടെ അപ്ഡേറ്റ് ആണ്. മനോരമ മാക്സിൽ ഈ ഒരു സിനിമ നവംബർ മാസം 15-ാം തീയതി റിലീസ് ചെയ്യുന്ന അപ്ഡേറ്റ് ആണ് പുറത്തു വന്നിട്ടുള്ളത്. അന്നേ ദിവസം തന്നെ ആമസോൺ പ്രൈമിൽ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അടുത്ത നമ്മുടെ ശിവകാർത്തികേയൻ പ്രധാന വേഷം കൈകാര്യം ചെയ്ത അമരൻ എന്ന് പറഞ്ഞ സിനിമയാണ്. ഈ സിനിമ തിയേറ്ററിൽ നല്ല പ്രേക്ഷക പ്രതികരണം നേടി നല്ല വിജയം നേടി മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. ഏകദേശം 250 കോടിക്ക് മുകളിൽ കളക്ഷൻ ഇപ്പോൾ തന്നെ നേടിക്കഴിഞ്ഞു. ഈ സിനിമയുടെ OTT റൈറ്റ്സ് നെറ്റ്ഫ്ലിക്സ് ആയിരുന്നു സ്വന്തമാക്കിയിരുന്നത്. ഈ സിനിമയുടെ OTT റിലീസ് നവംബർ മാസം അവസാനത്തെ ആഴ്ച ലാസ്റ്റ് വീക്ക് ഉണ്ടാകുന്നുള്ള അപ്ഡേറ്റുകളൊക്കെ പുറത്തു വന്നിരുന്നുവെങ്കിലും ഇപ്പോൾ നെറ്റ്ഫ്ലിക്സ് അവരുടെ ഭാഗത്തു നിന്ന് ഒരു പുതിയൊരു അപ്ഡേറ്റ് പുറത്തുവിട്ടിരിക്കുകയാണ്. ഒരാഴ്ചത്തേക്ക് കൂടി ഈ സിനിമയുടെ റിലീസ് ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്തു എന്നുള്ളത്. OTT റിലീസ് എക്സ്റ്റെൻഡ് ചെയ്തു എന്നുള്ളത്. അപ്പോൾ നമുക്ക് ഡിസംബർ മാസം ഫസ്റ്റ് വീക്ക് ഈ സിനിമയുടെ റിലീസ് പ്രതീക്ഷിക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ അടുത്തത് ധ്യാൻ ശ്രീനിവാസൻ പ്രധാന വേഷം കൈകാര്യം ചെയ്ത ത്രയം എന്ന് പറഞ്ഞ സിനിമയുടെ ഒരു അപ്ഡേറ്റ് ആണ്. ആമസോൺ പ്രൈം ആണ് ഈ സിനിമയുടെ OTT സ്വന്തമാക്കിയെന്നാണ് ഇപ്പോൾ ഏറ്റവും പുതിയതായിട്ട് അറിയാൻ കഴിയുന്നത്. എന്തായാലും ഈ മാസം അല്ലെങ്കിൽ ഡിസംബർ മാസം പകുതിയോടുകൂടി ഈ സിനിമയുടെ റിലീസ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഇന്ദ്രൻസ്, മുരളി ഗോപി എന്നിവരൊക്കെ പ്രധാന വേഷം കൈകാര്യം ചെയ്ത കനകരാജ് എന്ന് പറഞ്ഞ സിനിമയുടെ അപ്ഡേറ്റ് ആണ്. ഈ സിനിമയും ആമസോൺ പ്രൈം തന്നെയാണ് സ്വന്തമാക്കിയിട്ടുള്ളത്. കമ്മിങ് സൂൺ പോസ്റ്ററൊക്കെ കഴിഞ്ഞ ദിവസം തന്നെ പുറത്തു വന്നതാണ്. ഈ മാസം നമുക്ക് ഈ ഒരു സിനിമയുടെ റിലീസ് പ്രതീക്ഷിക്കാവുന്നതാണ്. അടുത്തത് മാർട്ടി എന്ന് പറഞ്ഞൊരു തെലുങ്ക് മൂവിയായിരുന്നു. ഒരു ഡിസാസ്റ്റർ മൂവിയായിരുന്നു ഈ ഒരു സിനിമ എന്നുള്ളത്. തിയേറ്ററിൽ ഒരു വലിയൊരു പാൻ ഇന്ത്യൻ റിലീസ് എന്നൊക്കെ പറഞ്ഞ തിയേറ്റർ റിലീസ് എങ്കിലും ഒരു ഡിസാസ്റ്റർ ആയിരുന്നു ഈ സിനിമ എന്നുള്ളത്. C5 ആണ് ഈ സിനിമയുടെ OTT സ്വന്തമാക്കിയെന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ ഏറ്റവും പുതിയതായിട്ട് വന്നിട്ടുള്ളത്. നവംബർ മാസം ലാസ്റ്റ് വീക്ക് ഈ സിനിമയുടെ റിലീസ് ഉണ്ടാകുന്നുള്ള അപ്ഡേറ്റും കേൾക്കുന്നുണ്ട്. എന്തായാലും റിലീസ് ചെയ്യുന്ന സമയത്ത് മലയാളം അടക്കമുള്ള ഭാഷയിലായിരിക്കും ഈ സിനിമയുടെ റിലീസ് ഉണ്ടാവുക എന്നാണ് അറിയാൻ കഴിയുന്നത്. എന്തായാലും വെയിറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത്രയും സിനിമകളുടെ അപ്ഡേറ്റുകളാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ പരിശോധിച്ചിട്ടുള്ളത്. നാളെ സൂര്യ പ്രധാന വേഷം കൈകാര്യം ചെയ്യുന്ന കങ്കുവ റിലീസ് ചെയ്യാണ്. രാവിലെ 6 മണിക്കാണ് ഷോ വരുന്നത്. സിനിമ കണ്ട് റിവ്യൂ നിങ്ങൾക്ക് മുന്നിലേക്ക് എത്രയും പെട്ടെന്ന് തന്നെ എത്തിക്കാൻ ശ്രമിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ എത്രയാണ് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.